നമസ്കാരം. നാളത്തേക്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ലെവൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്? അതായത് നിഫ്റ്റി ഇവിടെ ഒരു ഹയർ ഹൈ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത്, അതിനുശേഷം എന്താണ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത്, എഗെയിൻ മാർക്കറ്റ് എന്താണ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, അല്ലെ? അപ്പം ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ഹയർ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെയായിട്ട്, അതായത് ഈ ഒരു സിംഗ് ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്നിക്കലി നമ്മൾ മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം നാളത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവൽ എന്തായിട്ട് ആക്ട് ചെയ്യും? അതായത് 24,200 മുതൽ 24,080 വരെയുള്ള ഏരിയ എന്താണ് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിപ്പം നിഫ്റ്റിയുടെ ഒരു 50-minute ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് മാറുകയാണ്. അപ്പം നാളത്തേക്കുള്ള ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട്, കാരണം ഈ ഒരു ലെവലിലേക്കാണ് നാളത്തെ CPR കാര്യങ്ങളൊക്കെ. അപ്പൊ 24,075 താഴേക്ക് ഒരു ഷോർട്ട് സെല്ലിംഗ് എടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതേപോലെയാണ് നമുക്ക് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു ലെവൽ എന്താണ്, ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതായത് ഗ്ലോബൽ മാർക്കറ്റ് പതുക്കെ റിക്കവർ ആയി വരുന്നുണ്ട്. അപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്ന കാണുവാണെങ്കിൽ നമുക്ക് എന്താ അവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ലോയിന് താഴെയായിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് താഴേക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 23,800 എന്ന് പറയുന്ന ലെവലാണ്. അപ്പൊ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്നൊക്കെ പ്രൈസ് റിജക്ഷൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. അപ്പൊ ഇനിയിപ്പം നമുക്ക് മാർക്കറ്റ് ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,650 വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോ നാളത്തെ മാർക്കറ്റ് ഈ 24,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ നമുക്ക് എടുക്കാം. അതായത് 24,350 ലെവൽ. അപ്പൊ ആ ഒരു ലെവലൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് അപ്പൊ എന്തായാലും മാർക്കറ്റ് മുകളിലോട്ട് ഈ 24,200 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനാണ് കൂടുതൽ പോസിബിലിറ്റീസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇനിയും മാർക്കറ്റ് അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24,500 ലെവൽ നമുക്ക് എന്താണ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എന്താണ് രണ്ടും സെയിം ഡയറക്ഷനിലാണ് ഉറപ്പ് വരുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.